വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ റോബ്ലോക്സിലെ എസ്കേപ്പ് ഫ്രം ഡെന്റിസ്റ്റ് കളിക്കാൻ പോവാണ്. അപ്പോൾ ഇയാൾ എന്താ പറയണേ? അപ്പോൾ ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മൈൻക്രാഫ്റ്റ് ഉടനെ വരും കേട്ടോ. ടേക്ക് ദ ഡോർ ടു യുവർ അപ്പോർണമെന്റ്. നോക്കട്ടെ. The dentist has gone mode. We need to get out of here. Okay. നമുക്ക് പോവാം. ഇതിനകത്ത് തട്ടിക്കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകുന്നതാണ് എൻ്റെ ഒരു ഗസ്. ഇതെന്താ? ഞാൻ ഫസ്റ്റ് തന്നെ കയറിയിരിക്കുന്നു ഗൈസ്. ഈ ഡോർ ഓപ്പൺ ചെയ്യാണ്ട് തന്നെ എനിക്ക് കയറാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ഗോസ്റ്റാണ് ഗൈസ്. ഗോസ്റ്റ് ഓപ്പൺ ചെയ്യാണ്ട് അത് കയറാൻ പറ്റുന്നുണ്ട്. പ്രസ് ദ ബട്ടൺ ടു മേക്ക് ദ ഫ്ലോർ അപ്പിയർ. ഓക്കെ. അപ്പം ഇവിടെ ഒരു ഫ്ലോർ വേണമല്ലേ? ഇതിനകത്ത് കയറിയിരിക്കട്ടെ. അപ്പം ഈ ബട്ടൺ ഞെക്കണം. വന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫ്ലോറ് പോകുന്നു. ഇല്ല, പോകത്തില്ല. ആ സ്ഥാനത്തേക്ക് ഓതോ പോവുമായിരുന്നടാ. ഞാൻ നോക്കി നോക്കട്ടെ. എളുപ്പം വേണം. ഓക്കെ, അത് പോവായിരുന്നു. ഓക്കെ, നമുക്ക് ഇനി ഈ പല്ലിലോട്ട് ചാടണം തോന്നുന്നു ഗായ്സ്. ഇവിടെ മൊത്തം ശരിക്കലത്തെ മനുഷ്യന്മാരുടെ പല്ലാണോന്ന് എനിക്കറിയില്ല. മോണ കാണാൻ നല്ല രസമുണ്ട്. പറഞ്ഞു തീർന്നില്ല, അപ്പത്തേക്ക് ഇത് ചത്തു. ഓ, ഇതാരാ? റോബോയ് ആരെങ്കിലും ആവട്ടെ. നമുക്ക് എന്തായാലും ഇതിൽ കൂടെ കയറി പോവാം. ഇത് നമുക്ക് നിസ്സാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സാരമല്ല. ഓക്കെ, ഈ പ്രോബോയ് തേങ്ങാക്കൊല മാറി പോണ അവിടുന്ന്. ഞാൻ തള്ളിയിടൂട്ടാ. മാറ്. അവന് ഏതാ ഇംഗ്ലീഷുകാരനാന്ന് തോന്നുന്നു. പ്രോബോയ്. Find a hidden key to unlock the door. എനിക്കറിയാം എവിടെ ഹിഡൻ കീ. ഇതല്ലേ എനിക്ക് കിട്ടി. ഞാൻ സ്റ്റക്കായി. കിട്ടി. ഞാൻ ഡോർ തുറന്നു പോന്നു. താനോസിന്റെ കൈ. അതെങ്ങനെ ഞാൻ ചത്തേ? ഞാൻ തൊട്ടില്ലല്ലോ. ഈ റോബ്ലോ താനോസിന്റെ കൈ. ഇതിന്റെ മണ്ടേ കൂടെ കയറുക, ഇതിന്റെ മണ്ടേ കൂടെ കയറുക, ഇതിന്റെ മണ്ടേ കൂടെ കയറുക, ഇതിന്റെ മണ്ടേ കൂടെ കയറുക. ഞാൻ ഇവിടെ എത്തി. ഇതിനകത്ത് ഏത് ബ്രഷ് ആയിരിക്കും കറക്റ്റ്? ഈ ബ്രഷ് കൂടെ പോവാം. ഇത് തന്നെയാണ് കറക്റ്റ് ബ്രഷ്. ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കണം. ഈ ബ്രഷ് കൂടെ ഇനി പച്ചയായിരിക്കും. നോക്കട്ടെ. കറക്റ്റടാ, പച്ച തന്നെ. അടുത്തത് അപ്പോൾ ഓറഞ്ച് ആയിരിക്കും. ഓറഞ്ച് തന്നെ അല്ലേ? അതെ, ഓറഞ്ച് തന്നെ. ഞാൻ കയറി. ഇനി ഇതിലൂടെ പോകണ്ടേ? ഇതിൽ വഴിയോ അതോ ഇതിൽ വഴിയോ? അതിലൂടെ പോകാൻ പറ്റും. അടിപൊളി സ്പൈഡർമാൻ. ഇതിൻ്റെ വണ്ടിയെ കൂടെ കയറിയിട്ട്. ഓക്കെ, നമുക്ക് കുറച്ച്. ആരാ ചത്തേ? കറക്റ്റ് ഫസ്റ്റ് ബ്ലൂ. അവനെ അറിയില്ല. ഫസ്റ്റ് ബ്ലൂന്ന്, പിന്നെ ഗ്രീന്, പിന്നെ ഓറഞ്ച്. അവനിപ്പോൾ അറിയില്ലല്ലോ. ഈ ബ്രഷ് തട്ടുകയാണെങ്കിൽ നമ്മൾ ചാവൂന്ന് തോന്നുന്നു. ഇവിടെ ഒരു ബ്രഷുണ്ട്, മറ്റേ ബ്രഷല്ല. Walk over the thin floors and get into elevator. ഓക്കെ, തിന്നാണ് ശരിക്കും പറഞ്ഞ. അയാൾ പറഞ്ഞ തിന്നാണ്. എടാ, എന്നെ നീ തള്ളിയിടല്ലടാ. ഞാൻ പാവം ഒരു മനുഷ്യനാടാ. അയ്യോ, ഈ സാധനം വന്നുകൊണ്ടാണ് ഞാൻ ചത്തേ. മറ്റേ എന്തായിരുന്നു? ബൈ റോബ്ലോക്സ് ഐറ്റം. എന്തിങ്ങനെ കടന്ന് വന്നുകൊണ്ടിരിക്കണം എനിക്കറിയില്ല. തൊട്ടാണ്ടും മുട്ടാണ്ടും പോണം. ദിസ് ഈസ് വെരി റിസ്കി. പിന്നെ ഗൈസ്, നമുക്ക് റിസ്ക് ഒക്കെ റസ്ക്കാണ് ഗൈസ്.
അപ്പോൾ ഗൈസ് എന്താണ് ഞാൻ ഫേസ് ക്യാം എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം പറ്റി. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. റോബ്ലോക്സ് ഇടുന്ന നേരത്ത് ഫേസ് ക്യാം ഇടില്ല. അത് അടിപൊളിയല്ലേ? എന്താ വെച്ചാൽ ഫേസ് ക്യാം ഇടാൻ നേരത്തെ എനിക്ക് നേരെ കളിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ എലവേറ്ററിൽ കൂടെ നമുക്ക് കയറി പോവാം. ഓക്കെ, കാണാൻ പറ്റില്ല എലവേറ്ററിൽ കൂടെ കയറി പോണത്. ഈ സാധനം എന്താ ബാഡ്ജ് അവാർഡോ? ഈ ഐസ്ക്രീമാണെന്ന് തോന്നുന്നു. ഈ ഐസ്ക്രീം അല്ല, ഇതെന്താന്ന് എനിക്കറിയില്ല. അല്ല, അതെങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ എങ്ങനെ ഐസ്ക്രീം ഉണ്ടാവുക? പല്ല് പറിക്കുന്ന ഇതല്ലേ? പിന്നെ ഗൈസ് ഞാൻ അറിഞ്ഞിട്ട് ഈ റോബ്ലോക്സ് ഗെയിമിൽ ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു പ്രേതമായിട്ടുള്ള ഡെന്റിസ്റ്റ് ഉണ്ട് ഗൈസ്. ഇതിപ്പോൾ എങ്ങനെ പോവാ? ഓ, എങ്ങനെ ചത്തു. അതാ എൻ്റെ അടുത്ത് വന്നല്ലോ. ഓക്കെ, ഇത് ഐസ്ക്രീം അല്ല, അതെന്താ സാധനം എന്ന് എനിക്കറിയില്ല. പ്രോബോയ് ഇവിടെ എത്തി. പ്രോബോയ് പ്രോയല്ല, ഞാൻ പറയണ്ടായിരുന്നു, അപ്പോഴത്തേക്കും പോയി. എന്നാലും ഞാനിത് പ്രോബോയ് ചത്തിട്ടുണ്ട്. പ്രോബോയ് എൻ്റെ കാര്യമല്ല. അവളെന്താ അവൻ്റെ ദേഹത്ത് എന്തോ കത്തുന്ന പോലെ ഉണ്ടല്ലോ. അപ്പൊ ഗൈസ് നമുക്ക് ഇതിൽ കൂടെ പോവാം. ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം അവിടുത്തെ ഡോർ ഓപ്പണായി. നമുക്ക് എളുപ്പം ഇതിൽ കൂടെ പോവാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ സ്പോൺ ആവുക. ജമ്പ് ഓവർ ദ റൂഫ് സോ യു ഡോണ്ട് ഫാൾ ഓഫ്. ഓക്കെ, ഇവിടുന്ന് ചത്തു. നമ്മൾ താഴെ പോവും, ചാടിക്കൊണ്ടിരിക്കണതാണ് അയാൾ പറഞ്ഞത്. ആ ചെരുവിൽ നമ്മൾ ചത്തു പോവും. ഓക്കെ, ഇവിടെ ചെരുവുണ്ട്. ഈ ചെരുവ് കുഴപ്പമില്ല, ഇതിൽ കൂടെ ചാടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ബൂസ്റ്റ് ഒന്നും എന്തിനാ, നമുക്ക് ബൂസ്റ്റ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മളിതാ ഇതിൽ കൂടെ പോകണം. അമ്മേ ദൈവമേ, ഇതിൽ കൂടെ പോണെന്ന് തോന്നുന്നു. ഈ സാധനം വേണ്ട എനിക്ക്. ഓക്കെ, നമ്മൾ സേഫല്ല, കുറച്ച് അൺസേഫ് ആയിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇത് ഏണിയാണോ ഗൈസ്? ഏണീനെ പോലെ തോന്നുന്നില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ കേറിയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിൻ്റെ ഒരു പ്രോ ആണ്. പ്രോബോയിനെ കാണാനില്ല ഗൈസ്. പ്രോ ആണ് നമ്മൾ. കണ്ട ഗൈസ്, നമുക്കതൊക്കെ ഇതൊക്കെ നമുക്ക് ജുജുപ്പി മാത്രമാണ്. ഇതൊക്കെ നമുക്ക് റിസ്ക് ആണെങ്കിലും നമുക്ക് ഇതെല്ലാം റസ്ക് പോലെയാണ് തോന്നുന്നത്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ഗായ്സ് ദാ ഈ ഏണി, ഇത് ഏണീനെ പോലെ ഉണ്ട്. ഈ ഏണി നമ്മൾ കയറി പോണം. എന്താ കയറാൻ പറ്റാത്തേ? കയറടോ, ഗ്ലിച്ചായി ഗൈസ്. ഓ, സൈഡ് വരെ കയറിപ്പോയിട്ടാന്ന് തോന്നുന്നു. ഇനി കയറാൻ പറ്റുമോ? പിന്നെ എങ്ങനെ കയറണേ? എനിക്ക് തോന്നുന്നു ഇത് ഗ്ലിച്ചായി ഗൈസ്. അപ്പുറത്തെ സൈഡിൽ കൂടെ വരണം തോന്നുന്നു. അയ്യോ, ഇപ്പൊ ചത്തരേ. വേണ്ട, എനിക്ക് അതിൽ കൂടെ കയറണ്ട. ഈ സാധനം എനിക്കൊന്നും വാങ്ങണ്ട. ഈ സൈഡിൽ കൂടെ പോകണം. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ല. ഇപ്പം കുഴപ്പമില്ല, അത് ഗ്ലിച്ചൊന്നും അല്ല. അത് ഈ വഴി കൂടെ പോകണമായിരുന്നു. ഇപ്പം ഈ സൈഡായി. ഇതെന്തായാലും ഗൈസ്. ഓക്കെ, ഗ്ലിച്ചല്ല അല്ലേ? ഞാൻ അപ്പം ഈ സൈഡായിരിക്കും. പോ. ആണടാ, അപ്പം ഈ സൈഡായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ.
അപ്പോൾ ഗൈസ് പ്രോബോയിനെ കാണാനല്ല ഗൈസ്. പ്രോബോയ് പാവം പേടിച്ച് കാണും. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് പ്രോ, അവരൊന്നുമല്ല. അതിനൊക്കെ എന്തോ ഒരാളാണ്. ഞാനിതാ കുറേ ദൂരം എത്തി. അവരിപ്പോൾ അതിൽ കൂടെ കിടന്ന് പെടാപ്പാടൊക്കെ ഉണ്ടാവും. പ്രോബോയ് മാത്രമല്ല, വേറെ ഏതൊരാളുണ്ട്. ഇതിനകത്ത് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചാവും. അപ്പം നമ്മൾ ചാവരുത്. ഗൈസ് പ്രോബോയിൻ്റെ ഫ്രണ്ടും കൂടെയാണ് കേട്ടോ. ഞാൻ വെറുതെ ഫ്രണ്ട് ആക്കിയതാണ്. അതുകൊണ്ടാണ് പ്രോബോയ് ജോയിൻ്റ് യൂന്ന് കാണിച്ചേക്കണേ. എന്താണ് ഇതിന് പറയുന്നത്? Avoid being touched. The task. Make sure to go through the right way. എനിക്ക് മനസ്സിലായില്ല അവൻ എന്തോ പറഞ്ഞു. ഓ ടോക്സിക് സ്മോക്കിൽ തട്ടാണ്ട് പോണം. അപ്പൊ വിടുന്നുണ്ടോ? ഓ ചാടിയല്ല പോണ്ടത്. ഓ ഗൈസ് ആ പുക വരാൻ നേരത്ത് നമ്മൾ പോകരുത്. ആ പുക തീരട്ടെ. പുക തീർന്നു. ഓ ഗൈസ് ജസ്റ്റ് അങ്ങോട്ടത് പോയാൽ മതിയായിരുന്നു. എനിക്ക് ഈ സാധനം ഒന്നും വാങ്ങണ്ട. ആ സാധനം പോട്ടെ. പോ തീർന്നു. ഇവിടെയായി. ഇത് കുറച്ച് റിസ്ക്കിയാണ് ഗൈസ്. റിസ്ക് നമുക്കൊരു കുഴപ്പമില്ല. റിസ്ക് അത്രേ ഉള്ളൂ. വരൂ. പിന്നെ ഗൈസ് നിങ്ങൾക്ക് റോബ്ലോക്സ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ സമയം കൊണ്ട് ചാടിയാൽ മതിയായിരുന്നു. ഓക്കെ പുക വരാൻ നേരത്ത് അങ്ങോട്ട് പോകരുത്. ഏഞ്ചലിനെ എനിക്കറിയാം. ഞാൻ വെറുതെ പറഞ്ഞാണ് ഗൈസ്. ഏഞ്ചലിനെ എനിക്കൊന്നും അറിയില്ല. അതിനുള്ളിൽ കൂടെ തന്നെയായിരുന്നു പോണ്ടേ. ഞാൻ ഇവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട്. തോക്കുണ്ട്, കളിപ്പട്ടം എന്തോ ഒരു സാധനമുണ്ട്. ഇവിടെ ആ കളിപ്പാട്ടുണ്ട്. പിന്നെന്തോ ഒരു മാറ്റ് പോലത്തെ സാധനമുണ്ട്. ഇതെന്താ? ഓ വെന്റ് നേരെ പോകണമെന്ന് തോന്നുന്നു. ഇതൊക്കെ തപ്പുമ്പോഴത്തേക്കേ കുറേ നേരം എടുക്കും. ഈ വഴി എവിടെയാണ് ഗൈസ്? അതാ എത്തി ഞാൻ. വേണ്ട എനിക്ക് ഈ സാധനം വേണ്ട. അമ്മേ ഇത് കുറച്ച് ഹാർഡാണ്. റിസ്ക് അല്ല, ഹാർഡാണ്. അല്ല ഗൈസ് ഇത് ഹാർഡല്ല, എക്സ്ട്രീമാണ് ഗൈസ്. എക്സ്ട്രീം. ഇത് കുഴപ്പമില്ല. എന്നാലും നോക്കി നോക്കാം. ഓക്കെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അടുത്ത കമൻറ്റ് ഞാൻ ഏതാണ് കളിക്കേണ്ടതെന്ന്, റോബ്ലോക്സിൽ ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്ന്. മൈൻക്രാഫ്റ്റ് എന്തായാലും വരും കേട്ടോ. ഇതിന് വേണ്ടി കയറാൻ പറ്റുമോ? പിന്നെ ഗൈസ് എൻ്റെ മൈൻഡിൽ നമുക്ക് ബാരീസ് പ്രസൻ റൺ കളിക്കാമെന്നാണ് എൻ്റെ മനസ്സിലിരിക്കുന്നത്. ബാരീസ് പ്രസൻ അല്ലെങ്കിൽ ഗ്രേറ്റ് സ്കൂൾ എസ്കേപ്പ് ഓബിയാണ്. അവൻ എൻ്റെ അടുത്ത് ഫ്രണ്ട് ആവണമെന്ന് ഞാൻ അവൻ്റെ അടുത്ത് വെറുതെ ഫ്രണ്ട് ആവണമെന്ന് ചോദിച്ചതാണ്. അല്ല അവൻ എൻ്റെ അടുത്ത് വെറുതെ ഫ്രണ്ട് ആവണമെന്ന് ചോദിച്ചതാണ് ഗൈസ്. പ്രോബോയ് അല്ല പ്രോബോയ് താഴെ ഇറങ്ങും. ഇതിൽ വഴിയല്ല പ്രോബോയ്. അപ്പം ഞാൻ വെറുതെ അക്സെപ്റ്റ് ചെയ്തു. അയ്യോ അങ്ങനെ ഞാൻ കയറി. ഇനി ഇവിടുന്ന് ഇവിടെ ലേസറുണ്ട്. എടുത്ത് ഞാൻ കിടന്നിട്ട് കുറച്ച് ശ്രമിക്കുള്ളൂ. എൻ്റെ ചേട്ടൻ ഒരു ദിവസമൊക്കെ കളിക്കാൻ വരും. എൻ്റെ കസിൻ ചേട്ടൻ. ഇതിൻ്റെ വഴി കയറിപ്പോ. ഈ സമയം ഞെക്കി. ഈ പെട്ടി ഒന്ന് തുറന്നൊക്കെയായിരുന്നു എന്തെങ്കിലും കിട്ടുമായിരുന്നു. പൈസ ആണെങ്കിൽ വേണ്ട. എനിക്ക് വല്ല ജെറ്റ് മതി. ജെറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. റോബ്ലോക്സിൽ ഏറ്റവും അത്യാവശ്യം ജെറ്റാണ്. ജെറ്റൊക്കെ വാങ്ങിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. എൻ്റെ പൈസ ഇല്ല. പൈസ അടുത്ത് ഞാൻ ഇപ്പോഴേ വാങ്ങിയാനെ. ഈ
ഇത് കുഴപ്പമില്ല, ഇത് അത്യാവശ്യം ടഫല്ല. നേരത്തെ കണ്ടത് എക്സ്ട്രീം ഹാർഡായിരുന്നു. ഇത് കുഴപ്പം ഇല്ല, ഇത് കുഴപ്പമില്ല. ഞാൻ ഇവിടം വരെ എത്തി. എന്താ പറയണവൻ? സീംസ് ലൈക്ക് ദർ ഈസ് നോ അതർ വേ ഔട്ട്, വി മസ്റ്റ് ഗോ ത്രൂ ഹിയർ. ഓ, വേറെ സ്ഥലമില്ലാണ്. ഇവിടെ ഓരോ പല്ലുകളൊക്കെ ഉണ്ട്. അതാ ഇവിടെ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയൊരു ബ്രൗണീഷ് കളർ പല്ല്. അപ്പം അത് വൃത്തിയില്ലാത്ത പല്ലായിരിക്കും. വാ, ഇതാണ് ഈ ഡാർക്ക് ബ്ലാക്ക് കളർ. ഇതൊട്ടും വൃത്തിയില്ല. ഇത് വൃത്തിയുണ്ട്. ഇത് വൃത്തിയട്ട പല്ലാണ്. ഇത് വൃത്തിയുണ്ട്. ഞാൻ കയറി അവൻ്റെ വായിലോട്ടാണ് ഞാൻ കയറിപ്പോയത്. അത് സ്റ്റാച്ചു ആണെന്ന് തോന്നുന്നു. അതെ അതെ അതെ, ഇവൻ്റെ വായിലോട്ടാണ് ഞാൻ കയറിയത്. അത് സ്റ്റാച്ചു ആയിരുന്നു ഗൈസ്. അവൻ്റെ പല്ലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അല്ല, വായിൽ. അവൻ്റെ ദേഹം എങ്ങനെയുണ്ട് നോക്കാം. അമ്മേ, ഓ, അത് അടുത്ത അടിപൊളിയായിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് ചിക്കൻ്റെ വണ്ടി, അവൻ്റെ കോഴിക്കാലിൻ്റെ വണ്ടി ചാടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇതിൻ്റെ വണ്ടി കയറിക്കാം. ചെക്ക് പോയിന്റ് ഉണ്ട്. ഈ ചെക്ക് പോയിന്റ് ഉള്ളതുകൊണ്ട് എന്താ? ഓ, അതെന്താ? അതെങ്ങനെ? ഓ, റിവേഴ്സ് അടിച്ച് വരുന്ന നോക്ക്. അത് ഗ്ലിച്ച് അല്ലാന്ന് തോന്നുന്നു. ഇങ്ങോട്ട് പോവാനുള്ള സൈനായിരിക്കും. ഇവിടെ പിസ്സ, ഐ ലവ് പിസ്സ. കോഴിക്കാല് ഇഷ്ടമാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് പിസ്സയാണ്. മീൻസ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡിലല്ല, അൺഹെൽത്തി ഫുഡാണ്. ഞാൻ ചില സമയത്ത് കഴിക്കാറുള്ളൂ. അയ്യോ, ഇവിടെ അല്ല. അല്ലെങ്കിൽ എനിക്കിഷ്ടം ഇതാണ്. എന്തായിരുന്നു എൻ്റെ പേര്? വെജ് ബിരിയാണി. അത് വെജിറ്റബിൾ അല്ലേ, അതുകൊണ്ട് കുഴപ്പമുണ്ടായിരിക്കില്ല. ഈ കേക്കിൻ്റെ മണ്ടയിൽ കയറി. കേക്ക് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഓ ഗൈസ്, ആപ്പിളിൻ്റെ മണ്ടയിൽ കയറുമ്പോഴാണ് പണി ഗൈസ്. ഓക്കെ, ആ പ്രോബോയും വേറൊരാളും കൂടെ ഉണ്ട്. അവൻ്റെ പേര് മറന്നുപോയി. ആ പ്രോബോയും ഇപ്പോൾ കിടന്നൊന്നും കാണില്ല. നമ്മളൊക്കെ പണ്ടേ പ്രോ അല്ലേ. എവിടെ എത്തിക്കണം? ഞാൻ കേക്കിൻ്റെ മണ്ടയിൽ എത്തി. ഓക്കെ, ഇപ്രാവശ്യം ഞാൻ കയറും. ഇത് കുറച്ച് ഹാർഡായിരുന്നു. പിസ്സേൻ്റെ മണ്ടയിൽ കയറാൻ കുഴപ്പമില്ല. അവസാനം ആപ്പിളിൻ്റെ മണ്ടയിൽ കയറാൻ കുഴപ്പമുണ്ടായിരുന്നു. ഇവിടെ ഒരു ആപ്പിൾ, ഈ ആപ്പിൾ കുഴപ്പമില്ല. ഒരു ഹോട്ട് ഡോഗിൻ്റെ അല്ല, അത് എന്തായിരുന്നു എൻ്റെ പേര്? സോസേജിൻ്റെ മണ്ടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് കയറി. ഇവിടെ താനോസിൻ്റെ കൈ, പക്ഷേ ഇവിടെ ഒരു സ്റ്റോണേ ഉള്ളൂ. അപ്പോൾ എന്തായാലും പോവാം. ഇതെല്ലാണോ? മനുഷ്യൻ്റെ എല്ലിൻ്റെ അവിടെ എത്തി ഗൈസ്. അപ്പം എല്ല് തട്ടാണ്ടപ്പോൾ എങ്ങനെ പോണ്ടേ? അവിടെ വേറെ വഴിയില്ലല്ലോ. ഇത് ഞാൻ വന്ന സ്ഥലം. ഇത് സൂം ചെയ്ത് നോക്കാം. ഇത് ഞാനിപ്പോൾ എങ്ങനെ കയറാനാ? വല്ല വഴിയുണ്ടോ? ഓ, ഇപ്പം മനസ്സിലായി. ഈ എൽ കഷണത്തിൻ്റെ മണ്ടയിൽ കൂടെ നടന്നാൽ മതി. ഓ, ഇതൊക്കെ എനിക്ക് നിസാരം. ഇത് ഞാൻ പൊടും തോന്നുന്നു. ഇവിടെ ഒരു ചിക്കൻ പീസ് ഉണ്ട്. അപ്പോൾ ഗൈസ്, മൈക്കിന് എന്തോ ചെറിയൊരു പ്രശ്നം. സ്പീഡിൽ ഓടാൻ പറ്റുന്നു. ഗ്ലിച്ചായി. ഇല്ല. വാട്ട്? നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് എളുപ്പമായി ഗൈസ്. ഇതിൻ്റെ വണ്ടി ഓക്കെ, ഇതിൽ കൂടെ ഓടിപ്പോയാൽ മതി. ചെറുതായിട്ട് വണ്ടി ചണ്ട ആവശ്യമില്ല. എനിക്കൊരു ഗ്ലിച്ച് പറ്റിയതാന്ന് തോന്നുന്നു. അപ്പം പറയും ബാബു പറയൂ. നോക്കിക്കോ, കണ്ടോ? വി മെയ്ഡ് ഇറ്റ് ഔട്ട്സൈഡ്. എന്ത്, ഞാൻ മൊത്തം കേട്ടില്ല. ഔട്ട്സൈഡ് എത്തിയോ? ഞാൻ ജയിച്ചാ? ഓ, എനിക്ക് ചാടുന്നതിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. സ്പീഡിൻ്റെ വേണ്ട, എനിക്ക് സ്പീഡിൻ്റെ ഇഷ്ടമല്ല. റിയൽ ലൈഫിൽ ഇഷ്ടമാണ് കേട്ടോ ഗൈസ്. റോബ്ലോക്സ് ഇഷ്ടമല്ല. ഗോ ടു സ്റ്റാർട്ടോ. ഗൈസ്, ഞാൻ ജയിച്ചു. ഞാൻ ഏറ്റവും ലാസ്റ്റിൽ പോയിട്ട്
ഏറ്റവും ലാസ്റ്റിൽ പോയിട്ട് വി മെയ്ഡിട്ട് എനിക്ക് ചാടുന്നതിൻ്റെ ഒരു എന്തോ കിട്ടി. എനിക്ക് ഭയങ്കര ഹൈറ്റ് അല്ല ഇതിന് ഇപ്പം ചാടാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇതിൻ്റെ മണ്ടയിൽ ഈ സീലിംഗ് ഉള്ളത് കൊണ്ടാണ്. കണ്ടോ, എന്നാലും ചാടാൻ പറ്റുന്നല്ലോ നമുക്ക്. നോക്കോ കണ്ടോ, അത് ചത്ത കുഴപ്പമില്ല. ഞാൻ എന്തായാലും ബീറ്റ് ചെയ്തില്ലേ ഗൈസ്. ഇവിടെ ഞാൻ എത്തുക, ഞാൻ ബീറ്റ് ചെയ്തു ഗൈസ്. ഇനി ഇതിലൊഴിയെ പോണ്ടേ. ഇവിടെ പാട്ടുണ്ട്. ഹെവനോ സ്വർഗത്തിലാണോ? ഇത് ഇറങ്ങിപ്പോണോ? അതെന്താ? ഓ, അവിടെയാണ് ഞാൻ എത്തിയത്. എന്തായാലും എനിക്ക് ജമ്പിൻ്റെ ഇപ്പം പോയി കുറച്ച് നേരത്തെ മുൻപേ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ വണ്ടി കയറി. അടിപൊളി. ഇനി ഇവിടുന്ന് എനിക്ക് നല്ല ഹൈ ജമ്പിങ്ങിൻ്റെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.